ആദിബല പെരുന്നാൾ ദിനത്തേക്കുള്ള പ്രത്യേകമായ ശുശ്രൂഷ പേജ് നമ്പർ 89. സർവ സൃഷ്ടികൾക്കും കാരണഭൂതനും പരിപാലകനുമായ ദൈവമേ, നീ അനാദികാലമായി ഞങ്ങളുടെ ദൈവമായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ മഹാന്തങ്ങൾക്കുമായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും നിന്ന് പോകുകയില്ല എന്നുള്ള അങ്ങയുടെ വാഗ്ദത്ത നിവൃത്തി അനുഭവിപ്പാൻ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ അനുവദിച്ച
അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ലഭിച്ചതില്ല ഞങ്ങൾക്കൊന്നുമില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് നാഥ, തിരുസന്നിധിയിലേക്ക് എടുത്തു വരുന്ന ഞങ്ങളെ ഈ ആരാധനയെ അനുഗ്രഹിക്കുവാൻ അങ്ങേക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. മൂന്ന് വിശുദ്ധ യോഹന്നാന്റെ പാട്ട് പ്രതിവാക്യമായിട്ട് നമുക്ക് ചേർന്ന് ചൊല്ലാം. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന്മീതുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാല ഉഷ്ണകാലമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുവെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളിൽ നിന്ന് അയലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനിന്യാവസ്യാമീശാലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവേ, സ്വർഗീയ മണ്ഡലം നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ നന്നേക്ക് സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കഴിഞ്ഞ വർഷക്കാലം ദൈവം നൽകിയ നിരവധി അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം അർപ്പിക്കുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളിച്ചത്, നിങ്ങൾ തുളസിയിലും അഴുതയിലും എല്ലാ ചീരയിലും പതാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുകയും ചെയ്യുന്നു. ഇത് ചെയ്യുകയും അത് ത്യജിക്കാതിരിക്കുകയും വേണം. സ്വന്തം കാര്യങ്ങളിൽ അതീവ തൽപരരും ദൈവിക കാര്യങ്ങളിൽ താല്പര്യക്കുറവുമായി ജീവിച്ചതിലൂടെ ഞങ്ങൾ നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് കർത്താവേ സമ്മതിക്കുന്നു. നീ നൽകുന്ന നന്മകൾ സ്വീകരിക്കുവാൻ വ്യഗ്രതയുള്ളവരും എന്നാൽ നിന്റെ നാമത്തിനായി മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി നൽകുന്നതിൽ ലുബ്ധരുമായിരിക്കുന്ന ഞങ്ങൾ നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് കർത്താവേ സമ്മതിക്കുന്നു. നിന്റെ സൃഷ്ടിന്മേൽ ആധിപത്യം സ്ഥാപിച്ച് അവയെ ചൂഷണം ചെയ്യുന്നതിലൂടെ വരും തലമുറയ്ക്കായി കരുതി വയ്ക്കുന്നതിൽ താല്പര്യമില്ലാത്തവരായി ജീവിച്ച ഞങ്ങൾ നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു കർത്താവേ സമ്മതിക്കുന്നു. സ്വയത്തെ ത്യജിച്ച് ക്രൂശെടുത്തിന് അണിയിപ്പാൻ ഞങ്ങൾ വിളിച്ചുവെങ്കിലും ഭൗതികമ്പങ്ങളെ പിൻപറ്റി സ്വാർത്ഥരായി ജീവിച്ച ഞങ്ങൾ
നിനക്ക് വിരുദ്ധമായി പാപം ചെയ്തിരിക്കുന്ന കർത്താവെ സമ്മതിക്കുന്നു. ഹൃദയങ്ങളെ അന്തരങ്ങളെ ശോധന കർത്താവ് നിങ്ങളോട് തന്നെ ഉണ്ടായി നിങ്ങളെ സകല പാവങ്ങളെ ക്ഷമിക്കട്ടെ. വിളവോ പണമോ മാത്രം വഴിപാടർപ്പിച്ച് തൃപ്തിപ്പെടാതെ നിങ്ങളുടെ സമ്പാദ്യങ്ങളെ ദൈവത്തെ പ്രസാദ സമർപ്പിവാസനയായി സമർപ്പിക്കുവാൻ കൃപ തന്ന് നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ ആദ്യമല്ല സ്വോത്രാർപ്പണം. കാർണിവാനായ ദൈവമേ, നിന്റെ ജ്ഞാനത്താൽ അടൂറുകൾ തുറക്കുകയും മേഘമഞ്ഞു ഒഴിക്കുകയും ചെയ്യുന്നുവല്ലോ. വിതയുടെയും കൊയ്ത്തിൻ്റെയും കാലങ്ങൾക്കും ഭൂമിയുടെ ഫലഭൂഷ്ഠതയ്ക്കും വിളവിനായ നിങ്ങളുടെ രാഷ്ട്രത്തിനും ജനക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയെ പരിപൂർണമായി ഗ്രഹിപ്പാനും ആയുഷ്നാളെല്ലാം വിശുദ്ധവാൻസമുള്ളതും ബഹുമാനിയാവും ചെയ്ത് നയിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തേക്കുള്ള ഒന്നാം പാഠം പഴയ നിയമവേദഭാഗം, ഫസ്റ്റ് ലെസൺ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തന്ന ദേശത്തിലേക്ക് ചെന്ന് അത് കൈവശമാക്കി അവരെ പാർക്കുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവ നിൽക്കുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ നിന്ന് നാട്ടുന്നതായി നിലത്തിലെ എല്ലാ കൃഷിയുടെയും ആദ്യം കുറേശ്ശെ വെച്ച് ഒരു കുട്ടയിൽ വെച്ചുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകുകയാണ്. അന്നുള്ള പുരോഹിതന്റെ അടുത്ത് നീച്ചെന്ന് അവരോട്, നമുക്ക് തരുന്ന യഹോവ നമ്മുടെ പിതാക്കന്മാരുടെ സത്യമായ ദേശത്ത് ഞാൻ വന്നിരിക്കുന്നുവെന്ന് നിന്റെ ദൈവമായ യഹോവയോട് ഞാൻ നിന്റെ കേസ് പറയണം. പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന് മുന്നിൽ വെക്കണം. പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാൽ, എന്റെ പിതാവ് ദേശാധിപതിയായ അരാമനായിരുന്നു. ചുരുക്കം പേരോടുകൂടി അവൻ ഇസ്രായേലിലേക്ക് ഇറങ്ങിച്ചെന്ന് പരദേശിയായി പാർക്കും. അവിടെ വലിപ്പവും വലുപ്പവുമുള്ള ജനമായി തീർന്നു. എന്നാൽ ഇസ്രായേലിൽ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളെ കൊണ്ട് കഠിന വേല ചെയ്യിപ്പിച്ചു. അപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു, ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ദുരിതവും കണ്ടു. യഹോവ ബലമുള്ള കയ്യാൽ നീട്ടിയ ഉച്ചത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതാ യഹോവേ, നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യഫലം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ നീ അത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ചു നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് നിന്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയും നീയും ദൈവവും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം. ഉണ്ടാകട്ടെ. അതേക്കുള്ള സങ്കീർത്തനം 65-ാം സങ്കീർത്തനം, Psalm 65.
തൻ്റെ ശക്തിയാൽ വെള്ളങ്ങളെ ഉറപ്പിക്കുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും പെരുമാറുകളുടെ കോപവും ജാതികളുടെ കടവും ശമിപ്പിക്കുന്നു. ക്രിസ്തുമാസം ദക്ഷിണനിമിത്തം ഭയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അസമത്തിലേക്കുകളെ ദൃശ്യമാകുന്നു. നീ ഭൂമിയെ പരിവർത്തിച്ച് കാണിക്കുന്നു. നീ അതിനെ അത്ഭുതവും പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിൻ്റെ ഒഴുകാകളെ നനയ്ക്കുന്നു. നീ അതിൻ്റെ കട്ടോടച്ചെഴുതുന്നു. മഴകൾ അതിനെ കുതിർക്കുന്നു. അതിലെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മകൾ കരകരിക്കുന്നു. നിന്റെ പാതകൾ പുഷ്ടിപൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടിയൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താഴെകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ അടക്കുകയും പാടുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. Second lesson is taken from 1 Timothy chapter 6, verses 6 to 12. 1 Timothy chapter 6, verses 6 to 12. But godliness with contentment is great thing. For we got nothing in the world, and we can take nothing out of it. But if we have food and clothing, we will be content with that. People want to get rich, fall into temptation and the trap, and into many foolish and harmful desires that plunge men into ruin and destruction. For the love of money is the root of all kinds of evil. Some people, eager for money, have wandered from the faith and feared themselves with many things. But you, man of God, speak from all this and pursue righteousness, godliness, faith, love, endurance, and gentleness. Fight the good fight of the faith. Take hold of eternal life, to which you were called when you made your good confession in the presence of many witnesses. Dear നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 21 അധ്യായം 1 മുതൽ 4 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. Gospel according to St. Luke chapter 21 verses 1 to 4. അവൻ തലപൊക്കി ധനവാൻ പണ്ടാരത്തിൽ വഴിപാടിടുന്നത് കണ്ട് ദരിദ്രയായ വിധവ 2 കാശ് ഇരുന്ന് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധി നല്ല വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മ നിന്ന് തനിക്കുള്ള വിഭജനമൊക്കെയും ഇട്ടിരിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഗീതം 459, ഈ നമ്പർ 459, 1, 2, 3, 4 and 6.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആദ്യദിന പെരുന്നാളിൻ്റെ സന്തോഷം അനുഭവിപ്പാനും ഒരുമിച്ച് ദേവാലയത്തിലായിരിക്കാനും അവിടുന്ന് ശക്തീകരിക്കുന്ന വൻകൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ ആലയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയ മക്കളെയും അവിടുത്തെ വചനത്താൽ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുവചനം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ ആലോചനകളാൽ ധന്യമാക്കണമേ. മഹത്വം അവിടുന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ശാന്തമായിട്ടിരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ച് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നവംബർ മാസത്തിലാണ് സാധാരണയായി നാം ക്രമീകരിക്കാറുള്ളത്. എന്നാൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കതിന് സാധിച്ചില്ല. കാരണം കൊറോണ വൈറസ് അല്ലെങ്കിൽ ഈ സാഹചര്യം മാറി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിക്കുമെന്നുള്ള ചിന്തയാണ് നമ്മെ ഓരോരുത്തരെയും നയിച്ചത്. എന്നാൽ ഇന്ന് ഇപ്രകാരം കോവിഡ് പ്രോട്ടോക്കോളൊക്കെയും പാലിച്ച് നമ്മുടെ ആലയത്തിൻ്റെ പരിമിതികളിൽ നാം ആയിരിക്കുകയാണ്. വലിയവനായ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ അങ്കിളുമാരെയും അൻഷിമാരെയും സർവശക്തനായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാനൊരു വലിയ വചന ശുശ്രൂഷയ്ക്കായി മുതിരുന്നില്ല. കാരണം പരിമിതമായിട്ടുള്ള സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഒന്നാമതായി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം. ആദിബലത്തിൻ്റെതായ സന്തോഷം പങ്കിട്ട് തിരികെ ഭവനത്തിലെത്തണം. ഇന്ന് വായിച്ചതായ ആവർത്തന പുസ്തകം 26-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: ഇതാ യഹോവേ, നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദിഫലം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. താങ്ക്സ് ഗിവിംഗ് ഫോർ ഹാർവസ്റ്റ് എന്നുള്ള ചിന്ത. എന്താണ് ആദിവല്ല പെരുന്നാൾ എന്ന് കഴിഞ്ഞ നാളിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരുടെ 7 ഉത്സവങ്ങളിൽ ഒന്നാണ് ആദിവല്ല പെരുന്നാൾ. ഇത് യഹൂദന്മാർ യെരുശലേമിൽ ഒരുമിച്ച് കൂടി ആചരിക്കുന്നതായ പതിവുണ്ടായിരുന്നു. യെരുശലേമിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഉത്സവങ്ങളുടെ പട്ടണവും ഒരു സുഖവാസ കേന്ദ്രവുമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനതയ്ക്ക് വിശ്രമവും ആനന്ദകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഈ പെരുന്നാളുകളൊക്കെയും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടാരവാസികളായി 40 വർഷം കഴിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇതിൻ്റെ ആചാരങ്ങൾക്ക് നമുക്കറിയാം. കുട്ടയിൽ ധാന്യങ്ങളും ഫലങ്ങളും വഹിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഘോഷയാത്രയായിട്ട് യെരുശലേം ദേവാലയത്തിലേക്ക് ജനം പ്രവേശിക്കുകയാണ്. അവർ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം അവർക്ക് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം കിന്നരം, വീണ, കൈത്താളം എന്നീ സംഗീത ഉപകരണങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചരിത്ര പശ്ചാത്തലം പരിശോധിക്കാൻ നമുക്കറിയാം.
ഗ്രേറ്റ് ബ്രിട്ടനിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വിളവെടുപ്പിന് ശേഷം ഭൂമിയിൽ നിന്നുള്ള ഫലമൂലാദികൾ കൊണ്ട് അവ ശേഖരിച്ച് ഉത്സവം ആഘോഷിക്കുന്ന ഒരു പതിവുണ്ട്. അതാണ് ആംഗ്ലിക്കൻ സഭ പിന്തുടർന്നു പോരുന്നതായ പാരമ്പര്യം. 19-ാം നൂറ്റാണ്ടിൽ വാർഷിക ഉത്സവം എല്ലാ ഇടവകളും നടപ്പിലാക്കി എന്ന് നാം പഠിക്കുന്നു. 1927-28 കാലഘട്ടത്തിൽ സഭയുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ ആദിബല സ്തോത്ര പ്രാർത്ഥന എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. താങ്ക്സ് ഗിവിംഗ് ഡേ എന്നുൾപ്പെടുത്തി തുടർന്ന് നാം ഇന്ന് വരെയും ആദിബല പെരുന്നാൾ ആചരിക്കാറുണ്ട്, കൊണ്ടാടാറുണ്ട്. ഇന്ന് വായിച്ചതായ പഴയ നിയമ വേദഭാഗത്തു നിന്ന് ചെറിയ ചിന്തകൾ പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ദൈവിക വാഗ്ദാനത്തിൻ്റെ നിർവഹണമാണ് ആദിബല പെരുന്നാൾ. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഈസ് ദി ഫുൾഫിൽമെന്റ് ഓഫ് ഗോഡ്സ് പ്രോമിസ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 26-ാം അധ്യായം 3-ാം വാക്യത്തിൽ, അന്നുള്ള പുരോഹിതന്റെ അടുക്കൽ നീ ചെന്ന് പുരോഹിതനോട് നമുക്ക് തരുമെന്ന് യഹോവ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ യഹോവയോട് ഞാൻ ഇന്ന് ഏറ്റു പറയുന്നു. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവമായ കർത്താവ് പറഞ്ഞ കനാൻ നാട് തൻ്റെ പിൻതലമുറയ്ക്ക് ദൈവം നൽകി കഴിഞ്ഞപ്പോൾ അവരായിരിക്കുന്ന ജീവിതാവസ്ഥയിൽ അവരാചരിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെയും യഹോവയാം ദൈവം പറഞ്ഞു. അത് കാലാകാലങ്ങളിൽ ദേവാലയത്തിൽ ചെന്ന് ദൈവസഭയുടെ മുമ്പാകെ പുരോഹിതന്റെ അടുക്കൽ പറയണം. എന്താണ് ഇസ്രായേൽ മക്കൾ പറയേണ്ടത്? എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. ദേശാന്തരി എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവൻ അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്നവൻ. മറ്റൊരു അർത്ഥമുണ്ട്, നശിച്ചു പോകുന്നവൻ. നൊമാഡിക് ലൈഫ് എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞകാല ജീവിതത്തിൽ മിസ്രൈം വാസമായിരുന്നു. അടിമത്തത്തിന്റെ യാത്രയുടെ വേദനകൾ നിറഞ്ഞതായ ജീവിതാവസ്ഥയിൽ നിന്നും സർവശക്തനായ ദൈവം വിടുവിച്ചു. അതാണ് ദൈവിക വാഗ്ദത്തത്തിന്റെ നിർവഹണമാണ് ആദിബല പെരുന്നാൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമതായി ചിന്തിക്കുമ്പോൾ ദൈവിക സാന്നിധ്യത്തിന്റെ ഓർമ്മയാണ് ആദിബല പെരുന്നാൾ. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഈസ് എ റിമംബറൻസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം എപ്പോഴും എപ്പോഴും നിറഞ്ഞു നിന്നു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിമേഘത്തൂണായും. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 8-ാം വാക്യത്തിൽ യഹോവ വെള്ളമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തികളാലും അടയാളങ്ങളോടും കൂടെ ഞങ്ങളെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഇതാണ് പുറപ്പാട് വിവരണം. ഇതിൽ ഓർമ്മ പുതുക്കല. കഴിഞ്ഞ കാല ജീവിതത്തെ മറന്നു പോകാതെ ദൈവസന്നിധിയിൽ കടന്നു വന്നുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ വിടുവിച്ചതായ ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്ന് നാം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർക്കണം. ഇറ്റ് ഈസ് ഡേ ഓഫ് റിമംബറൻസ്. ഇത് ഓർമ്മയുടെ ഒരു ദിവസം കൂടിയാണ്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം അത്ഭുതകരമായി അതിശയകരമായി ഈ ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായി എന്നെ നിങ്ങളെയും വഴിനടത്തിയില്ലേ? കോവിഡ് മഹാമാരിയാൽ എത്ര പ്രിയപ്പെട്ടവരാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയത്. പല ശ്രേണിയിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും പലരുമാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയത്. പലരും പല കാരണങ്ങളാൽ
ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. രോഗം പിടിപെട്ട്, അപകടം മൂലം, കൊലപാതകം മൂലം, ചിലർ നിരാശ മൂലം ആത്മഹത്യ ചെയ്തു. ചില തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായി. സ്ത്രീപീഡനം ധാരാളമായി കേരളത്തിൽ വർദ്ധിച്ചു. പ്രിയമുള്ളവരെ, നാം ഇന്ന് ദേവാലയത്തിലായിരിക്കുമ്പോൾ ചിന്തിക്കണം, സർവശക്തനായ ദൈവം എത്രത്തോളം എന്നെ നിങ്ങളെയും അനുഗ്രഹിച്ച് വഴി നടത്തി. ഇപ്പോഴും നമ്മൾ നിരാശയോടെ, വേദനയോടെ കടന്നു പോവുകയാണ്. അവിടെയെല്ലാം ദൈവം നമ്മെ വഴി നടത്തുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചിന്തയോട് പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കുക. ദൈവിക സമൃദ്ധിയുടെ ഓർമ്മയാണ് അതിവല്ല പെരുന്നാൾ. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഈസ് എ റിമംബറൻസ് ഓഫ് ദി ഡിവൈൻ അബൻഡൻസ്. നമുക്കറിയാം, അബൻഡൻസ് എന്ന് ദൈവ സമൃദ്ധിയെ കുറിച്ചിരിക്കുന്ന ചിന്തയാണ്. സമൃദ്ധിയുടെ ഫലമായിട്ടാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. ആവർത്തന 26-9 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, പാലും തേനും ഒഴുകുന്ന ദേശം സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം അവർക്കായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സമൃദ്ധി ലഭിച്ചത്. ഒരുപക്ഷെ നമ്മൾ പറയും നമ്മുടെ കഠിനാധ്വാനം കൊണ്ടാണെന്ന് പറയും. കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുക. നാം ഹൈദരാബാദ് ദേശത്ത് വന്ന നിമിഷം മുതൽ ഈ സമയം വരെയും സർവശക്തനായ ദൈവം സമൃദ്ധിയുടെ അനുഭവത്തിൽ കൂടെ നമ്മെ നയിച്ചില്ലേ? പലപ്പോഴും ഞാൻ ആവർത്തിച്ചിട്ടുള്ളതാണ്. മനോഹരമായ ഭവനങ്ങൾ, മനോഹരമായ വാഹനങ്ങൾ, ഉന്നതമായ ജോലി, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ, ആരോഗ്യമുള്ള പിൻതലമുറ. ഇവിടെ ഇസ്രായേൽ മക്കൾ പറയുകയാണ്, ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, പാലും തേനും ഒഴുകുന്ന ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിലെ തന്നെ ഒരു വ്യക്തിയോട് ഒരു അനുഭവ സാക്ഷ്യം പറയുണ്ടായി. ഞാൻ പേര് പറയുന്നില്ല. ഞാൻ കേരളത്തിൽ നിന്ന് വണ്ടി കയറിയപ്പോൾ എൻ്റെ സഹോദരന്മാർ എന്നോട് പറഞ്ഞു, നീ നശിക്കാൻ പോവുകയാണ്. എൻ്റെ സഹോദരി പറഞ്ഞു, ഞങ്ങൾ തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷെ ഇന്ന് ഹൈദരാബാദ് ദേശത്ത് അതേപോലെ പറയുകയാണ്, എൻ്റെ സഹോദരന്മാരെക്കാളും അധികമായി ദൈവം എന്നെ ഉയർത്തി. ജീവിതത്തിൻ്റെ പ്രാരംഭ ദശകളിൽ ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ ഞാൻ കടന്നുപോയി. ഇന്ന് എൻ്റെ സഹോദരിമാർ എന്നോട് ചോദിക്കും, എനിക്കത് തരാമോ? എൻ്റെ സഹോദരന്മാർ ചോദിക്കും, സഹായിക്കാമോ? ദൈവം അവർക്കായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സമൃദ്ധി ലഭിച്ചത് എന്ന് ചിന്തിക്കണം. അവിടെ പ്രിയമുള്ള റോമാലേഖനം 12-2 നമുക്കറിയാം, ഇനി മേലാൽ നാം ഈ ലോകത്തിന് അനുരൂപരാകാതെ അവന്റെ ഹിതം ചെയ്യുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരം പ്രാപിക്കപ്പെട്ടവരായി നന്ദിയോടെ ജീവിക്കണം. നാം ഇന്ന് നന്ദിയോടെ ജീവിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. വിശുദ്ധ വചനം പഠിക്കുമ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിച്ചതായ ദൈവം, ഇസഹാക്കിനെ അനുഗ്രഹിച്ചതായ ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ചതായ ദൈവം, യോശുവ വഴി നടത്തിയതായ ദൈവം നമ്മെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹത്തിനായി കൊടുക്കുവാൻ സാധിക്കണം. 2 Corinthians 9-5 ആകയാൽ സഹോദരന്മാർ ഞങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരികയും നിങ്ങൾ മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം പിശുക്കായിട്ടല്ല അനുഗ്രഹമായി തോന്നിയിരിക്കാൻ തക്കവണ്ണം മുൻകൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്തു. എത്രയുണ്ടെങ്കിലും ഒരു പിശുക്ക് കാണിക്കുന്ന ഒരു അനുഭവമുണ്ട് ചിലർക്ക്. ഇവിടെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, പിശുക്കായിട്ടല്ല. 500-ന്റെയും 200-ന്റെയും 100-ന്റെയും 50-ന്റെ നോട്ടുണ്ടെങ്കിലും പലപ്പോഴും ഓഫറിലേക്ക് 20 പിടിക്കുന്നത്. നമ്മുടെ സഭയില്ല കേട്ടോ, ചില കാലത്ത് ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇവിടെ സർവശക്തനായ ദൈവവചനത്തിലൂടെ പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പ് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം. ദൈവം നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനായിരിക്കുന്ന ദേവാലയത്തിലുള്ള ബന്ധത്തിൽ പല അനുഗ്രഹങ്ങൾ കണ്ടവരാണ് ഞാൻ.
ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാനായിരിക്കുന്ന ഒരു പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനം ഒരു ലക്കിടിപ്പ് നടത്തിയപ്പോൾ ഒരു സൈക്കിളിൻ്റെ കാര്യം ഓർമ്മ വരിക. തൻ്റെ ഭവനത്തിലിരിക്കുന്ന ഒരു തുരുമ്പിടിച്ച സൈക്കിള് അയൽവക്കക്കാരന് കൊടുത്തു പിതാവ്. അത് മകനും അമ്മയ്ക്കും പറയുന്നത് ബുദ്ധിമുട്ടായി. ഈ മകനും അമ്മയും അപ്പനെ ഒറ്റപ്പെടുത്തി. പക്ഷെ പള്ളിയുടെ സൈക്കിൾ അടിച്ചത് ആ പിതാവിനാ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ. അതുകൊണ്ട് പറയാ 2 Corinthians 5:6, എന്നാൽ ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുകയും. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് നാം കൊടുക്കുന്നുവെങ്കിൽ ദൈവം ഇരട്ടിയായിട്ട് നമുക്ക് നൽകുവാൻ സാധിക്കും. അതുകൊണ്ട് പറഞ്ഞത് സന്തോഷത്തോടെ കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ടോ, നിർബന്ധത്താൽ ശാഠ്യത്താലുമല്ല. ഈ നാളിൽ ദേവാലയത്തിൽ പ്രോമിസൊക്കെ അധികം നിർബന്ധിച്ചില്ല. പലരും അവരുടെ മനസ്സിൽ തോന്നിച്ചതായ അനുഗ്രഹങ്ങൾ നൽകിയിരുന്നത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കണമെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കുക. ഞാൻ മുണ്ടിയപ്പള്ളിയിലെ ഒരു അപ്പച്ചൻ ഒരിക്കലും മറക്കുകയില്ല. വെള്ളൂർ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനായ അപ്പച്ചനെ വിളിച്ചിരുന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാ: അച്ഛാ, ഞാൻ അച്ഛൻ പറഞ്ഞ സമയം മുതൽ എടുത്തു വെച്ചിരിക്കുക. കാരണം എൻ്റെ പിതാവ് എന്നോട് പറയുന്നുണ്ട്, കോരുന്ന കിണറ്റിലെ ഉറവയുണ്ടാവുമോ? നമ്മൾ വെള്ളം കോരിയെടുക്കുക, നമ്മൾ ഓർക്കും ഈ വെള്ളം നഷ്ടമായി പോവും. കോരിയെടുക്കുമ്പോഴാണ് സമൃദ്ധിയുടെ അനുഭവം, ഉറവയുണ്ടാവുകയുള്ളൂ. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സന്തോഷത്തോടെ കൊടുക്കുക. 1 Corinthians 15:23 വാക്യത്തിൽ 20-21 വാക്യത്തിൽ, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മനുഷ്യരുടെ നിന്ന് ഉയർത്തിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മതമുണ്ടാകിയാൽ മനുഷ്യരുടെ പുനരുത്ഥാനം മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ആത്മഫലമായ ക്രിസ്തുവിനെ നാം ഉള്ളത്തിൽ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ അനുഗ്രഹം പ്രാപിക്കും. ആദ്യഫലമായിരിക്കുന്ന ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുക, നമ്മെ തന്നെ കൊടുക്കുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശ പ്രകാരമാണ്. ദൈവിക വാഗ്ദാനത്തിന്റെ നിർവഹണമാണ് ആദ്യഫല പെരുന്നാൾ. Harvest is the fulfillment of God's promise. ദൈവിക സാന്നിധ്യത്തിന്റെ ഓർമ്മയാണ് ആദ്യഫല പെരുന്നാൾ. Harvest is the remembrance of God's promise. God's presence. Harvest is the remembrance of the divine abundance. ദൈവിക സമൃദ്ധിയുടെ ഓർമ്മയാണ് ആദ്യഫല പെരുന്നാൾ. അതുകൊണ്ട് അനുഗ്രഹത്തിനായി കൊടുക്കുക, സന്തോഷത്തോടെ കൊടുക്കുക, നമ്മെ തന്നെ കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാന മഹത്വം കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിക്കിയ വിശ്വാസ പ്രമാണം നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സർവ്വശ്രേഷ്ഠനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ തന്നെ കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകപിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവൻ ഉണ്ടാക്കപ്പെട്ടവനെല്ലാം, പിതാവിന്റെ ഏകത്വമുള്ളവൻ. അവനാൽ സകലം ഉണ്ടായി. അവൻ മനുഷ്യരായ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാ കന്യക ധരിച്ച മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാസിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, കഷ്ടപ്പെട്ട് അടക്കപ്പെട്ടു, തിരുനാസം ഉയർത്തുന്നയിച്ചു, സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ചൂളരെ മരിച്ചു നയിപ്പാൻ മുഖത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിന് പുത്രമുറുന്നവനും പിതാവിന് പുത്രൻ നിർമ്മിക്കപ്പെട്ട് മോഹത്തപ്പെടുന്നവനും പ്രായച്ചകൊണ്ട് പറച്ചിലുമായി പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. കാതോലിക്ക അപ്പോസ്തലികമായ വിശുദ്ധരിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപത്തിൽ വ്യത്യസ്തമേ ഞാൻ വിശ്വസിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമീൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം.
തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോട്ടീസായി ചില കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. ആരാധനയ്ക്ക് ശേഷം നമ്മുടെ ആദിഫലം ലേലം നടത്തപ്പെടുന്നതാണ്. നമ്മുടെ ചെറിയാണ്ടി ജോർജ് സാറ് അതിന് നേതൃത്വം നൽകുന്നു. ഇന്ന് ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ലേലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പോലെ ലേലത്തിൽ സംബന്ധിക്കുവാൻ സാധിക്കും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ചർച്ചിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഓൺലൈൻ സൂം ആപ്പിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളെ പോലെ സ്പീഡിൽ ചെയ്യുവാൻ സാധിക്കുകയില്ല. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഈ ലേലത്തിൽ സംബന്ധിക്കുവാൻ അവസരം ഒരുക്കിക്കൊണ്ടാണ് നാം ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ പല പ്രയാസങ്ങളിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവെങ്കിലും സഭയുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന ഇടവുകാരി എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പാട്ടുപാടുന്ന സമയത്ത് നമ്മുടെ കവർ കളക്ഷൻ, ഇതിനോടകം പലരും ആലയത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ കവർ കളക്ഷൻ ഓൺലൈനായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ആത്മാർത്ഥമായി ഇതിനുവേണ്ടി സഹകരിച്ച പ്രിയപ്പെട്ടവർ ഇന്ന് രാവിലെ ആണെങ്കിൽ ഞങ്ങൾ അറിവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വെച്ചാൽ ഞങ്ങൾക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എങ്കിലും എനിക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ഞാൻ മാക്സിമം ചെയ്തിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ട് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല എങ്കിലും നമ്മുടെ ദേവാലയത്തിൻ്റെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. അതുകൊണ്ട് പാട്ടുപാടുന്ന സമയത്ത് നമ്മുടെ ഒരു ദിവസത്തെ വേതനം കഴിഞ്ഞ കാലം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് സമർപ്പിക്കുവാനുള്ളതായ മനസ്സ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായിരിക്കണം. ഇതേ സമയത്ത് ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് 6:30 PM 6:30 PM മിസ്സസ് രമണി വർഗീസിൻ്റെ ഭവനത്തിൽ വെച്ച്, നമ്മുടെ തോമസ് വർഗീസിൻ്റെ ഭവനത്തിൽ വെച്ച് രാജേന്ദ്ര നഗർ ഒരു പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അറിയിച്ചുകൊള്ളുന്നു. നെക്സ്റ്റ് സൺഡേ നമ്മുടെ വർഷിപ്പ് 9 AM ആരംഭിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. ദശാംശം സമർപ്പിക്കേണ്ടതായ സൺഡേ ആകുന്നുവല്ലോ. എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ മാസം 17-ാം തീയതി 7 PM നമ്മുടെ ആഷ് വെൻസ്ഡേ ആണ്, ചാമ്പൽ ബുധനാഴ്ചയാണ്, നോയമ്പ് ആരംഭിക്കുകയാണ്. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി അറിയിക്കണമെന്നുകൂടെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ന്യൂസ് ലെറ്റർ ഇന്ന് വാട്സപ്പിൽ കൂടെ ലഭ്യമാണ്. ഏതെങ്കിലും ഡീറ്റെയിൽസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കറക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ ഇടവുകാരി അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സഭയ്ക്ക് കൊടുക്കാനുള്ള വരുമാനങ്ങളൊക്കെയും കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ചർച്ച് കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് പറഞ്ഞുകൊള്ളട്ടെ. സെല്ലുലാർ പ്ലിന്ത് ബീമിൻ്റെ ഫ്ലോർ PCC വർക്കൊക്കെയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സെല്ലുലാർ ടോപ്പ് അത് കോൺക്രീറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഈ ആഴ്ച. സാമ്പത്തികമായി പ്രതിസന്ധിയിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾ നിരവധിയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണം ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ പ്രോമിസ് എമൗണ്ട് എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ ഇന്ന് ന്യൂസ് ലെറ്ററിന് ശേഷം ഇതുവരെയുള്ള പ്രോമിസ് എമൗണ്ടും ദശാംശത്തിൻ്റെ ഡീറ്റെയിൽ, അതിൻ്റെ ബാലൻസ് എത്രയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്നേഹമുള്ള റിജിത്തിനെ വിളിച്ച് ചോദിക്കുകയോ എന്നെ വിളിച്ച് ചോദിക്കുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ഈ നാളുകളിൽ
വളരെ സാമ്പത്തികമായിട്ട് നമ്മുടെ സഭയെ കൺസറിന് വേണ്ടി സഹായിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. റെൻസി റോണിയാണ് 25,000 കഴിഞ്ഞ ദിവസം തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരും നമ്മുടെ സഭയിൽ ആരാധനയ്ക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ പോലും ദേവാലയത്തിന് വേണ്ടി വളരെ സഹകരിക്കുന്നുണ്ട്. ഈ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഇന്ന് ആദ്യ ബലം ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് നോട്ടീസ് പറയുന്നില്ല. ഈ നാളിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ളായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. മിസ്റ്റർ ജേക്കബ് CI, മിസസ് രശ്മി സാറ ആഷ്ലി, മിസസ് നിഷ അഞ്ചി, മാസ്റ്റർ ജോഷുവ ജോൺ, മിസ് ഗ്രേസ് ജോൺ. വെഡിങ് ആനിവേഴ്സറി മിസസ് ആൻഡ് മിസ്റ്റർ മാത്യു ഉമ്മൻ, മിസസ് ആൻഡ് മിസ്റ്റർ ബിജു തോമസ്, മിസസ് ആൻഡ് മിസ്റ്റർ റിജിത്ത് എഡ്വിൻ, മിസസ് ആൻഡ് മിസ്റ്റർ ജോൺ PM, മിസസ് ആൻഡ് മിസ്റ്റർ മിഥുൻ G കോശി. സ്പെഷ്യൽ താങ്ക്സ് പ്രയർ എലിസബത്ത്. വുമൻസ് ഫെലോഷിപ്പിൻ്റെ സ്റ്റാൻസ് സംബന്ധിച്ച് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എന്നോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് ബർത്ത്ഡേക്കുള്ളവർക്ക് മുന്നോട്ട് കടന്നു വരാം. ജീവന്റെ പരിപാലകനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ എല്ലാ ദൈവങ്ങളും സമർപ്പിക്കുന്നു. ദേവാലയത്തിൽ കടന്നു വരാൻ സാധിക്കുന്നില്ലെങ്കിലും അവരായിരിക്കുന്ന ഇടങ്ങളിൽ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കാവലും സംരക്ഷണം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അതിനെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കുമായി ശ്രദ്ധിക്കുക, സ്തോത്രം ചെയ്യുക. ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് രോഗാശനാവസ്ഥകളെല്ലാം നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളിൽ ദൈവത്തിൽ ആശ്രയം ജീവിക്കാൻ ശക്തിക്ക് സഹായിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ ആവശ്യമായ ബുദ്ധി, ജ്ഞാനം, വിവേകം പ്രദാനം ചെയ്യണമേ. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സമർപ്പിക്കുന്നു. സർവ്വരും നന്മയുള്ള ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. വെഡിങ് ആനിവേഴ്സറി പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. സകല കുടുംബങ്ങൾക്കും കാരണഭൂതനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ വിവാഹവർഷം ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് ഒരുമിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും നിന്റെ മക്കളുടെ ജീവിതത്തിൽ ലഭിച്ചതായ എല്ലാ വിലപ്പെട്ട നിമിഷങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന നാഥനെ, ഭക്തനായ യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയാൻ തക്കോണം അവിടെ പ്രിയ മക്കളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ.
പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളോട് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്താപകാലത്ത് സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയം ജീവിപ്പാൻ ശക്തീകരിക്കാൻ സഹായിക്കാൻ ചെയ്യണമേ. പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെയും കർത്താവെ കൊച്ചുമക്കളെല്ലാം ദൈവം സമർപ്പിക്കട്ടെ. സർവ്വൊരു നന്മകളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നല്ലത് വരുവാനിരിക്കുകയുള്ള ഉത്തമ ബോധ്യത്താൽ നിന്റെ മക്കളെ അവിടുന്ന് വഴി നടത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവെ അവിടുത്തെ ഓരോ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയദൈവത്തിന്റെ കണ്ണയെ കാവൽ സംരക്ഷണം നിങ്ങളോട് നിങ്ങൾ കുടുംബിച്ചു വെക്കോളും എന്നേക്കുമാറാകട്ടെ. Special thanks to prayer, Elizabeth. നന്ദി കൊണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നിരിക്കുന്ന സ്നേഹമുള്ള എലിസബത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രിയമകളെ അതീതമായി ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി കോടാനുകോടി സ്തോത്രം കരയറ്റുകയാണ് നാഥനെ. ഉന്നതമായ വിദ്യാഭ്യാസം നൽകി ജോലി പ്രവേശിക്കാൻ സാധിച്ചു. ജീവിതത്തിലുടനീളം ദൈവം വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ നാൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ കൊണ്ട് ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ശവനമായ ഭാവി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരെയും പ്രിയ സഹോദരനെയും ദൈവം സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ പ്രിയമകളെ അതീതമായി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നാളിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ നിന്നെ നമ്മളെ ഒരുക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ കരയിൽ കാവൽ സംരക്ഷണം നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആദ്യഫല ദിനത്തിന്റെ സന്തോഷം അനുഭവിപ്പാൻ ദൈവം നൽകിയ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. CSI സഭയെ ഓർക്കാം. നേതൃത്വം നൽകുന്ന മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികൾ, എല്ലാ ബിഷപ്പുമാരുടെ ശുശ്രൂഷകൾക്കായി നിന്നോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഹൈദരാബാദ് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞകാലത്തോടെ ശുശ്രൂഷിച്ച പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ചർച്ച് കമ്മിറ്റികളും ബിൽഡിംഗ് കമ്മിറ്റികളെ ഓർക്കാം. എല്ലാ കുടുംബങ്ങൾക്കുമായി എന്നോട് സ്തോത്രം ചെയ്യാം. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാം ദൈവത്തിൽ സമർപ്പിക്കാം. ഈ ആദ്യവല്ല ദിനത്തിൽ സന്തോഷത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിനെ ഓർക്കാം. ഗായസംഗതി ഓർത്ത് പ്രാർത്ഥിക്കാം. യൂത്ത് മൂവ്മെൻ്റ് ഓർത്ത് പ്രാർത്ഥിക്കാം. വുമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി എന്നോട് സ്തോത്രം ചെയ്യാം.
രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ സമർപ്പിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധന പുസ്തകത്തിലെ ലിത്യാനി ചേർന്ന് ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുമെന്ന് പ്രതിവാക്യമായിട്ട് ഏറ്റുചൊല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. ദൈവമേ, മനോഹരമായ ഈ പ്രപഞ്ചത്തിനായും അവയെ അനുനിമിഷം പുഷ്ടിപ്പെടുത്തുന്ന നിന്റെ കൃപയ്ക്കായും ദൈവമേ, ശാരീരികമായും ഭൗതികമായി ആത്മീയമായി ഞങ്ങൾക്ക് നൽകുന്ന ബഹുവിധ അനുഗ്രഹങ്ങൾക്കായും ദൈവമേ, നിന്റെ കൃപയാൽ ഞങ്ങൾക്കിന്ന് സ്വായത്തമാക്കിയിരിക്കുന്ന ശാസ്ത്രപുരോഗതിക്കായും സാങ്കേതിക അനുഭവങ്ങൾക്കുമായും ദൈവമേ, കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും വിവരസാങ്കേതിക മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ ലഭിക്കുന്ന വിലപ്പെട്ട സംഭാവനകൾക്കായും ദൈവമേ, ഞങ്ങളുടെ ജോലിയിലും പ്രവർത്തന രംഗങ്ങളിലും യാത്രകളിലും കഴിഞ്ഞ ഒരു സംവത്സരം ഞങ്ങൾ അനുഭവിച്ച അങ്ങയുടെ സംരക്ഷണത്തിനായും ദൈവമേ, യേശുമശിഹ പോലെ ഞങ്ങൾ വീണ്ടെടുത്ത നിന്റെ അളവില്ലാത്ത സ്നേഹത്തിനായും മഹത്തരമായ പ്രത്യാശയ്ക്കുമായും തുടർന്നുള്ള അപേക്ഷയുടെ പിന്നാലെ കൃപയുള്ള കർത്താവെ, ഞങ്ങളെ ചെവിക്കൊള്ളണമേ എന്ന് പ്രതിവാക്യമായി ഏറ്റുപറയാം. കൃപയുള്ള കർത്താവെ, ഞങ്ങളെ ചെവിക്കൊള്ളണമെന്ന് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. ദൈവമേ, നീ സൃഷ്ടിച്ച ഈ ലോകത്തിൽ വേല ചെയ്യുവാനും അതിനെ കാത്തു പരിപാലിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ അധ്വാനത്തെ അനുഗ്രഹിച്ച് നിന്നെ മോത്തിന് നൽകുന്ന ഫലം നൽകുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. ദൈവമേ, ഈ കാലഘട്ടം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാനും നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും വിഭവങ്ങൾ പങ്കിടുവാനും നിന്റെ വിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഉത്സാഹിപ്പാൻ നിനക്ക് ഇഷ്ടമുണ്ടാകണമേ. ദൈവമേ, ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ന്യായവും ദൈവസ്നേഹം ഉൾക്കൊണ്ട് ആത്മാവിൽ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീരുവാൻ നിന്റെ വചനം എന്നാ വളവും വെള്ളവും കൊണ്ട് നാഥാ ഞങ്ങളെ പോഷിപ്പിക്കണമേ. കർത്താവേ, നിന്റെ വചനമാകുന്ന വിത്ത് ഞങ്ങൾ ഹൃദയങ്ങളിൽ വിതയ്ക്കുകയും ഞങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുകയും വലിയ വിത്തിന്റെ നാല് വിശുദ്ധ ദൂതന്മാരാൽ സ്വർഗീയ കളപ്പുരയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യേണ്ടതിന് നിന്റെ കൃപയുടെ മഴയെ ഞങ്ങളുടെ മേൽ അയക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സകല ജ്ഞാനത്തിന് ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്ന ഞങ്ങളുടെ അച്ഛനെയും നീ അറിയുന്നു. ഞങ്ങൾ അയോഗ്യത മൂലം പല കാര്യങ്ങളും തിരുമ്പാ സമർപ്പിക്കാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങൾ ബലഹീനത മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾ തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനും അപ്പം ശുശ്രൂഷയ്ക്കുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർക്കും വസിക്കുന്നത് എത്ര ശുഭത്ര മനോഹരവുമാകുന്നു. അപ്പോൾ നാവുകൊണ്ട് വലരായ മനുഷ്യരീരമാകുന്നു.
സാക്ഷികൾ ആകുന്നുവല്ലോ. ദൈവത്തിൻ്റെ സ്നേഹം സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഇപ്പോൾ ഒരു പാട്ട് പാടുന്ന സമയത്ത് പ്രത്യേകമായ സ്തോത്രാർപ്പണം നടത്തണം. അതിന് ശേഷം പ്രാർത്ഥിച്ച ശേഷം മാത്രമേ സോപ്പറ്റി സമർപ്പിക്കാവൂ. ആത്മദേഹി ദേഹത്തെ എന്ന പാട്ട് പാടുന്ന സമയത്ത് കാർബോസുവിൻ്റെ സ്തോത്രാർപ്പണം നടത്തുന്നതാണ്. സർവത്തിൻ്റെയും സർവസൃഷ്ടിയുടെയും ഉൽപ്പന്നങ്ങളുമായ ദൈവമേ, ഞങ്ങളെ തന്നെ തിരുസലിൽ അർപ്പിക്കുന്ന ദൈവമായ നൽകിയ അനുഗ്രഹങ്ങളെ ഞങ്ങൾ തിരുസലിൽ സമർപ്പിക്കുന്നു. നിന്ന് വാങ്ങി ഞങ്ങൾക്ക് തരുന്ന തരുന്നയോട് ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു. ഞങ്ങൾ വേണ്ടിയ സമർപ്പണത്തെ കൈക്കൊണ്ട് അനുഗ്രഹിക്കുവാൻ ഇഷ്ടമുണ്ടാകണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ അവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. കീർത്തനം 369.
നമുക്ക് നമ്മുടെ ദാനങ്ങളെ നമ്മെ തന്നെ ദൈവമേ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയത്തിന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലുള്ള പുതുവരെ പ്രതിഷ്ഠിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മഹാദൈവരായ ഞങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയുള്ളതല്ല നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളെ ദാനങ്ങളായി ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെ നീ കൈക്കൊണ്ട് നിന്റെ മതത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. നമുക്ക് മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകേ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലം എല്ലാ സ്ഥലങ്ങളിലേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവുമായി ഞങ്ങൾ ചെയ്യേണ്ടതാമറിയുമാകുന്നു. നിന്റെ പുത്രൻ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയും അവയുള്ള സകലത്തെ ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സദസ്സിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാവത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ അതിബലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവന്മാരോടും പ്രധാന ദൈവന്മാരോടും സർവ്വ സംഘത്തോടും കൂടെ ഞങ്ങളിപ്പോൾ ഇതിനെ സ്തുതിച്ചും സന്നിധേയമായ വിശുദ്ധൻ ആകാശം ഭൂമി നിമത്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മനോർത്താവേ നാമത്തെ പൂഴ്ത്തി മഹത്വപ്പെടുന്നു. കർത്താവിൻ നാമത്തിൽ ഉന്നതമായിരിക്കുന്ന മഹത്വപ്പെട്ടവനാവുന്നു. സ്തുതി. സ്വർഗസ്പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിരാദര സ്നേഹം കൊണ്ട് നിന്നെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ സ്വഭാവത്തെടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിന് കുരിശിന്മേൽ വന്നറിയിപ്പാൻ തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏകോരുപാടായി അർപ്പിച്ചതിനാൽ സൗലോകത്തിൻ്റെയും പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും ഒരുപാട് പ്രതിശാന്തിയും ദഹിക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മനത്തെക്കുറിച്ച് ഇടപെടാതെ ഓർമ്മയെ നിമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു,
വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞ ശേഷം അപ്രകാരം ഞാൻ പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു പറഞ്ഞു, എല്ലാവരും ഇതിൽ കൊടുപ്പീൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊല്ലപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള രക്തമാകുന്നു. ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവന് മാത്രമുള്ള പുനരുദ്ധാനത്തെയും സുഖാരണത്തെയും ഓർത്തുകൊണ്ടും അവൻ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം ഒരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങൾ നിദാനങ്ങൾ അല്പത്തെയും ഇങ്ങനെയും നിരക്ഷിതാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്നപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെയും കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസം ഐക്യം പ്രാപിച്ചു ഞങ്ങളുടെ കർത്താവാകുന്ന മെശിഹാ നിലയാകുന്ന അവങ്കിലേക്ക് സകലത്തിലുള്ള കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേ സകലകുമാരൻ മഹത്വം കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ പിതാവേ, ഈ ഹാർവസ്റ്റ് ദിനത്തിൽ കടന്നു വന്നിരിക്കുന്ന നാം നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ മേശയിലേക്ക് വരുന്ന നാം നമ്മെ തന്നെ ദൈവങ്ങളെ സമർപ്പിക്കാം. വന്നുപോയ തെറ്റുകളെ കുറവുകളെ നാളെ മുന്നിലുള്ള നിമിഷം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിങ്ങൾ നിലവലമായ കണ്ണല്ലാതെ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മേശയിലേക്ക് വരുവാൻ നാം ഓർക്കുന്നപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ?
ജീവന്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം, സത്യാമണ്ഡലിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസയുടെ വിശുദ്ധ മേശങ്കിലേക്ക് കടന്നു വരാം. ആലുവരച്ച് കടന്നു വരിക. ദൈവത്തിന്റെ നന്ദിയും അവരുടെ സന്തോഷത്തോടും നടത്തട്ടെ. ദൈവത്തിന്റെ നന്ദിയും അവരുടെ സന്തോഷത്തോടും നടത്തട്ടെ.
ദൈവത്തിന്റെ കണ്ണീരാണ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കണ്ണീരാണ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കണ്ണീരാണ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ കണ്ണീരാണ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രിയ സമാധാനം അനുഗ്രഹിക്കപ്പെടുന്നു. നിങ്ങളോട് സ്തുതിക്കുമാറട്ടെ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ സാക്രമെന്റ് വിശ്വാസാൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥപിതാവേ, നിന്റെ വാത്സല്യ നിർത്തവുമായ യേശുമിശിഹാ ഞങ്ങൾ മക്കളായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവരുമായ രക്തമാണ് ആത്മീയ ആഹാരം കൊണ്ട് നിങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനത്തിനെ കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു. എൻ്റെ വീടില്ലാത്ത വാനൽക്കാർക്ക് സ്വന്തം ചെയ്തതിനെ ശ്രദ്ധിക്കുന്നു. ഞങ്ങളെ ശരീരങ്ങൾ ആത്മാക്കളെയും ജീവനവിശുദ്ധയാഗമായി സമർപ്പിക്കുന്നു. അതായത് ഞങ്ങൾ ഏറ്റവും ഉചിതമായ ആരാധന ഞങ്ങൾ ഈ ലോകത്തിൻ്റെ എതിരാകാതെ നിർപൂർണ്ണമായ ദൈവം തിരിച്ചറിയേണ്ടതിന് മനസ്സ് തിരുവാതിരപ്പെടെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ നിന്നെ അനുസരിച്ച് ഒടുവിലിൻ്റെ സദരാജ്യത്തിൽ സദസ്യമാട് സന്തോഷിക്കേണ്ടതിന് കുറുനോട് അപേക്ഷിക്കുന്നു. അവ നിന്നോട് വിശുദ്ധാത്മാവും കൂടെ എന്നേക ദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. Amen.
സകലാവധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മളിപ്പോൾ ചെയ്തു വരുന്നതുപോലെ നമ്മുടെ ചർച്ച് കൺസിസ്റ്റൻ്റായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇന്നത്തെ പ്രാർത്ഥന പൊന്നമാൻ്റെ ലീഡ് ചെയ്യുന്നതാണ്. പൊന്നമാൻ്റെയെ മുന്നോട്ട് ക്ഷണിച്ചു. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം. എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവമേനിക്കനുകൂലം അത്
നന്മയ്ക്കായി അറിയുന്നു ഞാൻ. നിന്നെ ഹോളി വാഴ്ത്തുക, നിന്റെ സർവ്വനിരമണിയും വിശുദ്ധനാമത്തെ വാഴ്ത്തുക. നിന്നെ ഹോളി വാഴ്ത്തുക, നിന്റെ വാഴ്ത്തുന്ന പാടുക. ഞങ്ങളുടെ സ്നേഹമേറെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസം കർത്താവേ അവിടുന്ന് അതിനെ ആരാധിക്കാനും നിങ്ങളുടെ സഹായം ഒരുക്കി ഉപയോഗിക്കാതെ ഞങ്ങൾ കർത്താവേ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് അങ്ങയെ സ്തുതിക്കാൻ കർത്താവേ അവിടുന്ന് അവസരത്തിനായി ഓടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നതാണ് സഭയായ കർത്താവേ. സമയം കർത്താവേ ഞങ്ങളുടെ ആലയത്തിൽ നിർമ്മാണപ്രവർത്തനം ദൈവത്തിന് പ്രാർത്ഥിക്കുന്നതേ സ്വന്തമായ കാര്യം കർത്താവേ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു കർത്താവേ ഞങ്ങളുടെ കർത്താവേ അത് ആഗ്രഹിക്കുന്നതാണ് കർത്താവേ. അവിടുത്തെ സമയത്ത് കർത്താവേ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന ദൈവമേ കർത്താവേ. നമുക്ക് ദൈവമേ അവിടുന്ന് സ്ഥലം കാണിച്ചു കർത്താവേ. പലവിധ തടസ്സങ്ങളുണ്ടായ ദൈവമേ എന്റെ പണിയൊക്കെയും ആരും സഹായിച്ചു സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നതിനെ അല്ലെങ്കിൽ അസാധ്യമാക്കുന്ന കർത്താവാണ്. ഒരു തടസ്സവും കൂടാതെ ദൈവമേ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ ശത്രുക്കളുടെ പോരാട്ടത്തിന് സാധാരണ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ കൺസ്ട്രക്ഷന്റെ ഉത്തരവാദിത്തത്തിന്റെ മക്കളെയുള്ള കാര്യത്തിൽ കർത്താവേ അവിടുത്തെ ധാരാളം പ്രാർത്ഥിക്കുന്ന കർത്താവേ. യോഗ്യതപ്പെടുന്ന മക്കളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ സഹായം കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരാളെ മനോഹരമായ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞാൻ സാമ്പത്തിക സഹായം ആവശ്യമാക്കുന്ന ദൈവമേ തക്ക സമയത്ത് കർത്താവേ അവിടുന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അച്ഛനെ ദൈവമേ അവിടുന്ന് ഒരുക്കിയ കർത്താവേ. കർത്താവേ ഈ കാര്യം കർത്താവേ ശക്തിയെ പ്രാർത്ഥിച്ച വേണ്ടുന്ന ശക്തിയോട് ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മുന്നോട്ട് പോകാനായിട്ട് സ്തുതിക്കുന്ന സ്തോത്രം കൂടുതലായി കുടുംബമായ മക്കളെയൊക്കെ കരുതുന്ന കർത്താവേ അവിടുത്തെ മക്കളെ മുതിരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുത്തെ കരുതുന്ന കർത്താവേ അവിടുന്ന് പ്രവർത്തിക്കാൻ കർത്താവിന്റെ മക്കളെയൊക്കെ ശക്തിയെ ബലപ്പെടുത്തുന്നത് ആരോഗ്യങ്ങളുടെ ശക്തിയോടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ പ്രയത്നങ്ങളൊക്കെ കർത്താവെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുത്തെ ആരോഗ്യം പ്രകാരം മുന്നോട്ട് പോകാനായിട്ട് കർത്താവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചമാരെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരെയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൂടെയിരിക്കുന്നതിനെ നമ്മുടെ സഭയെ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ സഭയിൽ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. പരിപൂർണ്ണ സൗകര്യം ദാനം ചെയ്യണേ കർത്താവെ. ദൈവമേ കർത്താവെ നമ്മുടെ രോഗത്തിനൊക്കെ അവിടെ സൗഖ്യം കർത്താവാണ് കർത്താവെ. നമ്മോട് കർത്താവെ നിങ്ങൾക്ക് കൂടാനോട് സ്തോത്രം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരികളൊക്കെ എല്ലാവരും പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആവശ്യമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം നമ്മുടെ ലേഖനം ആരംഭിക്കുകയാണ്. ചെറിയ ജോർജ് സാർ നൽകുന്ന ടീ ആൻഡ് സ്നാക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിലെല്ലാവരും സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കീർത്തനം 371 പിൻ നമ്പർ 371.
പ്രാർത്ഥിക്കുന്നു. അവനെ സംബന്ധിച്ച് എല്ലാ പ്രിയമക്കൾക്കുമായി സമർപ്പണം ചെയ്തിരിക്കുന്നു. അവനങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. മനസ്സിലമായി ചെയ്യുന്നു. അവിടുന്ന് പ്രധാനമായിട്ട് പശുപാലം വാങ്ങിച്ചുകൊണ്ടാണ് കൃപ നൽകിയതിനാൽ സ്വാഗതം ചെയ്യുന്നു. പ്രവാസികൾ അവസരമായിരിക്കുന്ന എല്ലാ പ്രിയമക്കളുടെ സമർപ്പിക്കുന്നു. പൂർണ്ണമായിട്ട് ആശ്വാസം പ്രദാനം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തന്നെ സ്വന്തമായി സമർപ്പിക്കുന്നു. മഹത്വം കൊണ്ടുവരണമെന്ന് യേശുവിന്റെ നാമത്തിൽ ആയിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് ഈ സമാധാനത്തോടെ പോകാം.